ഞാനിന്ന് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോഴാണ് ഹരീഷ് വാസുദേവന്റെ ഒരു പോസ്റ്റായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനം വന്നത്. അപ്പോൾ അത് വന്ന് നേരെ ഹരീഷ് വാസുദേവന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കി. സംഭവം സത്യ, അതായത് സെൻസർ ബോർഡ് ഒരു പണി കൊടുത്തിട്ടുണ്ട്. അതായത് സിനിമകളിൽ ഇനി ഇടാൻ പറ്റാത്ത പേരുകൾ ഏതൊക്കെയാണ്, അതായത് ദൈവങ്ങളൊരു പട്ടിക എടുത്ത് കൊടുക്കാൻ. എൻ്റെ അറിവിൽ ഹിന്ദു മതത്തിൽ തന്നെ ഏകദേശം ഒരു 3 കോടി അല്ല 33 കോടി പരദൈവങ്ങളുണ്ടെന്ന് അങ്ങനെ എന്തോ ഒരു പറച്ചിലൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇവരുടെയൊക്കെ പേര് ലിസ്റ്റൊക്കെ എടുത്ത് വരുമ്പോൾ സെൻസർ ബോർഡിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതും പോട്ടെ, മറ്റു മതസ്ഥരീജ് വരണം. പിന്നെ സെൻസർ ബോർഡ് പിന്നെ വേറെ കാര്യം കേട്ടോ, ഒരു പ്രത്യേക വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന് കൂടി ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. കാരണം തൊട്ട് മുമ്പാണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ മോഹൻലാലിൻ്റെയൊക്കെ പടം വന്നിട്ടുള്ളത്, ബ്രോഡാഡിയൊക്കെ വന്നിട്ടില്ല. അതിലൊക്കെ സാക്ഷാൽ അവരുടെ ഈശോ എന്ന് പറയുന്നത് പേരൊക്കെ അവരവിടെ ഇട്ടിട്ടുണ്ട്. അന്നൊന്നും സെൻസർ ബോർഡില്ലാത്ത ആ ഒരു പ്രശ്നമുണ്ടല്ല, അതിപ്പോൾ വന്നിട്ടുണ്ട് സാധനം. അപ്പം ഞാൻ സത്യമായിട്ട് പറയട്ടെ, സംഖ്യകളെ നിങ്ങളെ കൊണ്ട് പറ്റും ഇങ്ങനെ. കാരണം എന്താ പറയുക, വെളുപൂലി വെള്ളിയാഴ്ച എന്നുള്ള പോലെ ഓരോരോ തീരുമാനങ്ങൾ കൊണ്ടുവരണത്. ഞാൻ ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ ചായക്കട തീർന്ന ചേട്ടൻ്റെ പേര് രാമേട്ടൻ എന്നാണ്. ഇനി ചായക്കട നടത്തുന്നത് ആളായതുകൊണ്ട് ഇനി രാമൻ എന്ന് പറഞ്ഞിട്ട് പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ, എനിക്ക് അറിയാണ്ട് ചോദിക്കുക ഞാൻ. പക്ഷെ ഭയങ്കര ഇത് സത്യത്തിൽ സെൻസർ ബോർഡിന് മാത്രമല്ല, നമ്മളിപ്പോൾ കോടതികളോടും ചോദിക്കേണ്ട ഒരു ചോദ്യം, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇനീഷ്യലി ചേർക്കാൻ പറഞ്ഞത്? ഇനീഷ്യലി ചേർക്കാണ്ട് മനുഷ്യന്മാർക്ക് കൂടെ പേരിടാൻ പാടില്ലേ? അല്ല, ഇതൊക്കെ വല്ലാത്ത ഒരു, അതായത് ഇതിനൊക്കെ എന്ത് ബോധം എന്നാ പറയുക? രാഷ്ട്രീയ ബോധം എന്നാണോ പറയുക, ഇനി ദേശീയ ബോധം എന്നാണോ പറയുക, അതോ മതഭ്രാന്ത് എന്നാണോ പറയുക? എന്ത് പറയേണ്ടത് ഇതിനൊക്കെ? ഒരു മനുഷ്യനെ ബോർഡിന് മുകളിൽ പേരിടാൻ പാടില്ല, ആളുകൾക്ക് പേരിടാൻ പാടില്ല, സിനിമയിൽ പേരിടാൻ പാടില്ല. ഇനി നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ചെയ്യാം, മറ്റേ സയൻസിലൊക്കെ പറയണ പോലെ CO2 അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ O2 എന്നൊക്കെ പറയണ പോലെ നമുക്ക് ഇനി മനുഷ്യന്മാർക്കൊക്കെ ഇനി ഓരോ പേരിടാം. ദൈവങ്ങളൊക്കെ പേരൊക്കെ അവിടെ കിടക്കട്ടെ, അല്ലേ? നിങ്ങളൊക്കെ സമ്മതിക്കട്ടോ. നിങ്ങളുടെ തൊലിക്കറ്റ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ ലോകത്ത് ഒരു മനുഷ്യനും കാണില്ല. എന്തായാലും നന്നായിട്ടുണ്ട്, അടിപൊളി. അതും കേരളത്തിൻ്റെ തന്നെ BJPയുടെ തന്നെ ആദ്യത്തെ കേന്ദ്രമന്ത്രിയുടെ സിനിമയ്ക്കുള്ള പണിയുണ്ടല്ല, അച്ചാതി പണിയായി പോയി, അടിപൊളി.